ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ മാത്സിൻ്റെ തുല്യ ത്രികോണങ്ങൾ എന്ന് പറഞ്ഞ ഒന്നാമത്തെ ചാപ്റ്ററിലെ പേജ് നമ്പർ 16 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു ചിത്രം തന്നിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ചിത്രത്തിൽ ACBD സാമാന്തരികമാണോ എന്തുകൊണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യന്. അപ്പോൾ നോക്കൂ, ACBD എന്ന് പറഞ്ഞാൽ ഒരു ചതുർഭുജം സാമാന്തരികമാണോ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? രണ്ട് വശങ്ങൾ, അതായത് AC എന്ന് പറഞ്ഞ വശവും BD എന്ന് പറഞ്ഞ വശവും തുല്യവും സമാന്തരവുമാണ് എന്ന് തെളിയിക്കണം. അതുപോലെ തന്നെ AD എന്ന് പറഞ്ഞ വശവും BC എന്ന് പറഞ്ഞ വശവും തുല്യവും സമാന്തരവുമാണ് എന്ന് തെളിയിച്ചാൽ മതി അല്ലേ? അതായത് ഒരു സാമാന്തരികത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് തുല്യമാണ് അല്ലെങ്കിൽ സമാന്തരമാണ് എന്നുള്ളത് തെളിയിച്ചാലേ നമുക്ക് അതൊരു സാമാന്തരികമാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ളത് രണ്ട് വശങ്ങൾ തുല്യമാണെന്ന് തന്നിട്ടുണ്ട്, പിന്നെ രണ്ട് കോണുകൾ തുല്യമാണെന്നുള്ളതും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ആ രണ്ട് ത്രികോണത്തിനെടുത്തിട്ട് അത് രണ്ടും തുല്യമാണ് എന്ന് തെളിയിച്ചാൽ മറ്റേ രണ്ട് വശങ്ങളും തുല്യവും സമാന്തരികവുമാണെന്ന് തെളിയിക്കാൻ പറ്റിയാൽ അതൊരു സാമാന്തരികമാണ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ത്രികോണം ABC-യും ത്രികോണം ABD-യും ആണ് പരിഗണിക്കേണ്ടത്. അതിൽ AC സമം BD എന്ന് എഴുതാം അല്ലേ? ACയും BDയും 6 സെൻറ്റിമീറ്റർ വീതമാണ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ AC സമം BD എന്ന് എഴുതാം. പിന്നെ അതുപോലെ എന്താ തന്നിട്ടുള്ളത്? രണ്ട് കോണുകളുടെ അളവ് തന്നിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? കോൺ CAB-യും കോൺ ABD-യും. അത് രണ്ടും എത്രയാണ്? 35 ഡിഗ്രിയാണ് എന്ന് തന്നിട്ടുണ്ട്. ഇനി നോക്കൂ, AB സമം AB എന്ന് എഴുതാം അല്ലേ? രണ്ട് ത്രികോണങ്ങൾക്കും പൊതുവായ വശമാണത്, അതുകൊണ്ട് AB സമം AB എന്നും എഴുതാം. ഇപ്പോൾ നോക്കൂ, ഓരോ ത്രികോണത്തിലും രണ്ട് വശങ്ങളും അവർക്ക് ഇടയിലുള്ള കോണും തുല്യമാണ് എന്ന് മനസ്സിലായില്ലേ? അങ്ങനെ ആകുമ്പോൾ എന്താണ്? ആ രണ്ട് ത്രികോണങ്ങളും തുല്യമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ട് ത്രികോണങ്ങളും തുല്യമാണ്, മറ്റ് രണ്ട് വശങ്ങളും തുല്യമായിരിക്കും, അതുപോലെ തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കതെങ്ങനെ എഴുതാം? AD = BC എന്ന് എഴുതാം അല്ലേ? കാരണമായിട്ട് എന്താ എഴുതാം? ഒരു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങളും അവ ചേരുന്ന കോണും മറ്റൊരു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങൾക്കും അവ ചേരുന്ന കോണിനും തുല്യമാണെങ്കിൽ ഈ ത്രികോണങ്ങളുടെ മൂന്നാമത്തെ വശങ്ങളും തുല്യമാണ് എന്ന് എഴുതാം. ഇപ്പോൾ നോക്കൂ, ആ ചതുർഭുജത്തിൻ്റെ എതിർവശങ്ങൾ തുല്യമാണ് എന്ന് തെളിഞ്ഞു അല്ലേ? AC സമം BD എന്ന് കണ്ടു, അതുപോലെ AD സമം BC എന്നും കണ്ടു. അപ്പം പിന്നെ എതിർവശങ്ങൾ രണ്ടും തുല്യമാണ് എന്ന് തെളിഞ്ഞു. ഇനി നമ്മൾ തെളിയിക്കേണ്ടത് അവ പിന്നെ സമാന്തരമാണെന്ന് തെളിയിക്കണം. അപ്പോൾ സമാന്തരമാണെങ്കിൽ മാത്രമാണ് ആ ഒരു ചതുർഭുജം സാമാന്തരികമാവുള്ളൂ. അപ്പോൾ അതിന് AC ∥ BD ആണോ എന്ന് നോക്കാം ആദ്യം. അപ്പോൾ നോക്കൂ, AC എന്ന് പറഞ്ഞ ആ ഒരു ലൈനും BD എന്ന് പറഞ്ഞ ആ ഒരു ലൈനും മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ AB എന്ന് പറഞ്ഞ ലൈന് അതിനെ കട്ട് ചെയ്യുന്ന ഒരു ലൈനാണ് അല്ലേ? AC എന്ന് പറഞ്ഞേം BD എന്ന് പറഞ്ഞ ഓരോ വരകളെ കട്ട് ചെയ്യുന്ന ഒരു വരയാണ് AB എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺ CAB-യും കോൺ ABD-യും മറുകോണുകളാണ് അല്ലേ? അത് തുല്യമാണ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? 35 ഡിഗ്രി വീതമാണ് തന്നിട്ടുണ്ട്. അപ്പോൾ മറുകോണുകൾ തുല്യമാവുമ്പോൾ എന്തായിരിക്കും? ACBDക്ക് പാരലലാണ് നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ADക്ക് പാരലലാണ് BC എന്നുള്ളതാണ് അല്ലേ? അത് കൂടെ തെളിയിക്കാൻ കഴിഞ്ഞാൽ ആ ഒരു ചതുർഭുജം സാമാന്തരികമാണ് എന്ന് പറയാം. അപ്പോൾ ADയും BCയും പാരലലാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? നേരത്തെ ചെയ്ത പോലെ തന്നെ അവയ്ക്കിടയിൽ വരുന്ന ആ മറുകോണുകൾ തുല്യമാണ് എന്ന് തെളിയിച്ചാൽ മതി. അപ്പോൾ ഇതിൽ DABയും ABCയും തുല്യമാണെന്ന് തന്നിട്ടില്ല അല്ലേ? കോൺ DABയും കോൺ ABCയും തുല്യമാണെന്ന് തന്നിട്ടില്ല. പക്ഷെ നമുക്കറിയാം ആ രണ്ട് ത്രികോണങ്ങൾ തുല്യമാണ്. തുല്യ ത്രികോണങ്ങളിലെ തുല്യവശങ്ങൾക്ക് എതിരെ വരുന്ന കോണുകൾ തുല്യമായിരിക്കും. തുല്യവശങ്ങൾ ഏതൊക്കെയാണ്? ആ BD എന്ന് പറഞ്ഞ 6 സെൻറ്റിമീറ്റർ വശവും പിന്നെ AC എന്ന് പറഞ്ഞ 6 സെൻറ്റിമീറ്റർ വശവും അവയ്ക്കെതിരെയുള്ള കോണുകളാണ് ഇത് രണ്ടും അല്ലേ? കോൺ DABയും കോൺ ABCയും ആ തുല്യവശങ്ങൾക്ക് എതിരെ വരുന്ന കോണുകളാണ്. അതുകൊണ്ട് തന്നെ അത് തുല്യമാണ് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തെഴുതാം? കോൺ DAB സമം കോൺ ABC. റീസണായിട്ട് എന്തെഴുതാം? തുല്യ ത്രികോണത്തിലെ തുല്യവശങ്ങൾക്ക് എതിരായിട്ട് വരുന്ന കോണുകളും തുല്യമായിരിക്കും എന്ന് എഴുതാം. അതുകൊണ്ട് തന്നെ AD ∥ BC എന്ന് എഴുതാം അല്ലേ? AD BCക്ക് സമാന്തരമാണ് എന്ന് എഴുതാൻ പറ്റും. അപ്പം നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? AC സമം BD ആണെന്ന് തന്നിട്ടുണ്ട്, AC ∥ BD ആണ് നമ്മൾ കണ്ടുപിടിച്ചു, AD = BC ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു, അതുപോലെ AD ∥ BC എന്നും കണ്ടുപിടിച്ചു. അപ്പോൾ എന്തായി? ആ ഒരു ചതുർഭുജം എന്ന് പറയുന്നത് നമുക്ക് ഒരു സാമാന്തരികമാണ് എന്ന് തെളിയിക്കാൻ പറ്റില്ല. ചതുർഭുജം ACBD ഒരു സാമാന്തരികമാണ് എന്ന് എഴുതാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.